മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ അല്പസമയത്തിനകം ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് റാണയെ കൊണ്ടുവരുന്നത്. റാണയെ NIA സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. കേസിൽ ആഭ്യന്തര മന്ത്രാലയം അഡ്വക്കേറ്റ് നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. US-ൽ നിന്നും ബുധനാഴ്ച വൈകിട്ട് 7:10 പ്രത്യേക വിമാനത്തിലാണ് തഹാവൂർ റാണയെ കൊണ്ട് അന്വേഷണ സംഘം പുറപ്പെട്ടത്. NIA-യുടെയും റോയുടെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 6-അംഗ സംഘമാണ് റാണയെ കൊണ്ടുവരാൻ US-ൽ എത്തിയത്. ഡൽഹിയിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ NIA റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിമാനത്താവളത്തിൽ നിന്നും നേരെ NIA ആസ്ഥാനത്ത് എത്തിച്ച ശേഷമാകും റാണയെ ഡൽഹി പട്യാല ഹൌസ് പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കുക. തിഹാർ ജയിലിൽ റാണയെ പാർപ്പിക്കാൻ പ്രത്യേക സെൽ തയ്യാറാക്കിയിട്ടുണ്ട്. CCTV ക്യാമറ നിരീക്ഷണമടക്കമുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട്. റാണയെ കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെടും. ചോദ്യം ചെയ്യലിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഏജൻസികളുടെ കണക്കുകൂട്ടൽ. കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ US സുപ്രീം കോടതി തള്ളിയതിനു പിന്നാലെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ പ്രധാന പ്രതിയാണ് പാക് വംശജനായ കനേഡിയൻ പൗരൻ തഹാവൂർ റാണ. കേസിലെ മുഖ്യപ്രതിയായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെയ്ഡ്ലി ഭീകരാക്രമണത്തിനുള്ള ലോജിസ്റ്റിക്കൽ സാമ്പത്തിക സഹായങ്ങൾ റാണ നൽകിയതായി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിൽ നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. 24 ഡൽഹി.